ഹലോ ഗൈസ്, ഇൻഫിനിറ്റിയുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് 580 പോയിന്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ നമുക്കൊരു പൊസിഷൻ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു 23,650. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അത് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അല്ലാണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ട്രേഡ് നമ്മൾ ഇന്നത്തെ ദിവസം എടുത്തതേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ 580 പോയിന്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ മാർക്കറ്റ് വീണ്ടും 580 പോയിന്റിനേക്കാൾ കൂടുതൽ താഴേക്ക് പൊട്ടുമോ, അങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ വളരെ അപൂർവമായിരിക്കും. ന്യൂസുകൾക്ക് അനുസരിച്ചാണ് ഇപ്പോൾ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ 580-ലും മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി വളരെ കുറവായതുകൊണ്ട് നമ്മൾ വീണ്ടും താഴേക്ക് ഒരു ട്രേഡ് നോക്കിയിരുന്നില്ല. പിന്നെ നമ്മുടെ വ്യൂ എന്നുള്ളത് ദാണ്ട 23,365 ആയിരുന്നു. 23,365 സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് 23,500 വരെ ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ന് മുകളിലോട്ട് പോകാനുള്ളൊരു പ്രോബബിലിറ്റിയും കുറവാണെന്ന് നമുക്കറിയാം. കാരണം നല്ല നെഗറ്റീവ് ന്യൂസുകളാണുള്ളത്. പിന്നെ നമ്മുടെ HDFC ബാങ്കിൻ്റെ ചെയർമാൻ രാജിവെച്ചു, അങ്ങനെ ഒരു റീസൺ ഉണ്ടായിരുന്നു. പിന്നെ ഇസ്രയേൽ ഇറാൻ്റെ ഊർജ്ജ സംരക്ഷണ കേന്ദ്രത്തിൽ ആക്രമിച്ചു. സോ അതും വലിയൊരു നെഗറ്റീവ് ന്യൂസായിരുന്നു. ഇതെല്ലാം കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യതയും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണില്ല, അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് നമുക്ക് അനുയോജ്യമായൊരു സാഹചര്യം വന്നില്ലെങ്കിൽ എടുക്കണ്ട എന്നൊരു മൈൻഡിൽ തന്നെയായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ട്രേഡും എടുത്തില്ല. കാരണം നമുക്ക് ഒരു PVO CVO ഇല്ല ഇവിടെ എല്ലാം. പക്ഷെ നമ്മുടെ ലൈനിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 23,250 എന്ന് പറയുന്ന ഒരു ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഡോട്ടർ ലൈൻ. അത് ഇവിടെ കട്ട് ചെയ്ത് താണ്ട് നമ്മുടെ ലൈൻസിൽ തന്നെ 23,000 എന്ന് പറയുന്ന നമ്മുടെ ലൈനെയും 23,110 എന്ന് പറയുന്ന നമ്മുടെ ലൈനെയും നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുത്തില്ല. ഓക്കെ, ഇന്നങ്ങനെ നമുക്കൊരു ട്രേഡും ഇല്ലായിരുന്നു. അടുത്ത നാളത്തെ വ്യൂവിലോട്ട് വരുവാണെങ്കിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 23,000-ന് തൊട്ടടുത്തായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. മാർക്കറ്റിൻ്റെ ക്ലോസിങ് 23,002 സോ 23,000 ഒരു മാർക്കറ്റ് ഇവിടെ ലാസ്റ്റ് കയറി പോയെങ്കിലും നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 23,002, നമ്മുടെ മെയിൻ സപ്പോർട്ടായ 23,002-ലാണ്. നാളെ നമുക്കിനി എന്താണ്, ഗ്യാപ്പ് ഡൗൺ ആണോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണോ എന്നൊന്നും അറിയില്ല. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി വാച്ച് ചെയ്താലേ നമുക്കത് അറിയാൻ പറ്റൂ. എന്നാലും നമ്മുടെ മെയിൻ വ്യൂ 23,000 ആണ്. 23,000 ഫാൾ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും നല്ലൊരു ഫോള് തരും. അതല്ല 23,000 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 23,000 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ടും ഒരു ട്രേഡ് ഉണ്ടായിരിക്കും. പിന്നെ നാളെ മാർച്ച് 20 പൊതുവേ മാർച്ച് 20 ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് റാലി തരാറുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു യുദ്ധ സാഹചര്യത്തിൽ നമുക്ക് അതും എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ലാതെ നിങ്ങളുടെ ലൈനുകൾക്കും ലെവലുകൾക്കും മാത്രം അനുസരിച്ച് നാളെ ഒരു ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. 23,000 നാളെ ഫോൾ ആവുകയാണെങ്കിൽ 23,000-ൽ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് 22,500 പിന്നെ ഇതിനിടയിലായിട്ട് കുറച്ച് സപ്പോർട്ടുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. എന്നാലും 23,000 ഫാൾ ചെയ്താലും നമ്മുടെ മെയിൻ സപ്പോർട്ട് 22,500 പിന്നെ ട്രേഡ് എടുക്കാനായിട്ടുള്ള നമ്മുടെ ടാർഗറ്റിനായിട്ട് 22,851 ഒരു സപ്പോർട്ടാണ്. അടുത്ത നമ്മുടെ സപ്പോർട്ട് വരുന്നത് 22,721 നമ്മുടെ തേർഡ് സപ്പോർട്ടാണ് 22,500 വരച്ചിരിക്കുന്നത്. ഇനി നാളെ 23,000-ൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ചെയ്യുകയാണെങ്കിൽ 23,000-ൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ചെയ്ത് അതൊരു കൺഫേം ആവണമെങ്കിൽ നമുക്ക് 23,110 കഴിയണം. 23,110 കഴിഞ്ഞാൽ നമുക്ക് 23,365 വരെ നല്ലൊരു റാലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് നമ്മുടെ സപ്പോർട്ട് 23,500. ഇപ്പം നമ്മുടെ OA അനാലിസിസ് നോക്കുവാണെങ്കിലും 23,000-ൽ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നല്ല പുട്ട് റേറ്റിംഗ് ഉണ്ട്. സോ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റ് നെഗറ്റീവ് ന്യൂസുകളൊന്നും വന്നില്ലെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് നമുക്കൊരു റാലി തരാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും ഇന്നത്തെ ന്യൂസിനെ ബേസ് ചെയ്തിരിക്കും. ഇന്ന് നല്ല വല്ല നെഗറ്റീവ് ന്യൂസുകളോ വന്നാലോ
മാർക്കറ്റ് ഫോൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ ലൈവ് അപ്ഡേഷനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്